വെള്ളവസ്ത്രം സ്വീകരിക്കണം, അതിൻ്റെ ഒരു നിലപാടും മറ്റു കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉസ്താദ് ഉത്തരം പറയാം. വെള്ളവസ്ത്രം സുന്നത്തായ വസ്ത്രമാണ്, നിർബന്ധമുള്ള വസ്ത്രമല്ല. അതുകൊണ്ട് ഒരാൾ എല്ലാ സുന്നത്തും ജീവിതത്തിൽ പാലിക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളവസ്ത്രം ശീലിച്ചാൽ നല്ല കാര്യം. അൽഹംദുലില്ലാ, നമ്മളൊക്കെ പരമാവധി അത് ശീലിക്കാൻ ശ്രമിക്കാറുമുണ്ട് താനും. എന്നാൽ അതിനർത്ഥം വെള്ളമില്ലാത്ത വസ്ത്രം ധരിച്ചാൽ എന്തോ ഒരു പന്തികേട് അല്ലെങ്കിൽ അയാളെ പിറകെ നിസ്കരിക്കാൻ പറ്റൂല എന്നൊന്നുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും വെള്ളവസ്ത്രമല്ല ധരിച്ചത്. നബി ചുവന്ന കുപ്പായം ഇട്ടത് വരെ ഹദീസിൽ കാണാൻ കഴിയും. കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് മക്കഫത്തിൽ നിന്ന് കയറി വന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വഹാബിമാർ പലരും പല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. നബിക്ക് നല്ല സുന്ദരമായ ഒരു പുതപ്പ് കിട്ടിയപ്പോൾ അത് ഉമർ ഖത്താബൊക്കെ പറയുന്ന നബി അത് നിങ്ങൾ സ്വീകരിക്കാം, പെരുന്നാളിനും അതേപോലെ ദൗത്യസംഘങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. നബിക്ക് ഏറ്റവും സൗന്ദര്യം ചുവന്ന വസ്ത്രം ധരിക്കുമ്പോഴായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൽ നിർബന്ധമായി ചെയ്യേണ്ടത് പുരുഷനാണെങ്കിൽ പൊക്കിൾ മുതൽ മുട്ട വരെ മറക്കുക, നിസ്കരിക്കുമ്പോൾ ചുമൽ മറക്കുക. ഇതാണ് നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ നിലക്കുകൾ നിസ്കരിച്ചാലും അയാളെ പ്രതി നിസ്കരിക്കാൻ നമുക്ക് വേണ്ടി ആവശ്യമില്ല. ഒരു അരവസ്ത്രം മാത്രം വെച്ച് കുപ്പായിട്ടിട്ടേ വിചാരിക്കാം, ഒരു തുണി മാത്രം എടുത്തു തോളിൽ ഒരു മുണ്ടിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അയാളെ പ്രതി നിസ്കരിക്കാൻ നമുക്ക് ആശങ്കയും ആവശ്യമില്ല. നബി തങ്ങളുടെ വസ്ത്രം സാധാരണ അതായിരുന്നു, സ്വഹാബത്തിന്റെ വസ്ത്രം സാധാരണ അതായിരുന്നു. എന്നാൽ വെള്ളവസ്ത്രം ഇടയ്ക്ക് ധരിക്കാൻ കഴിയുമെങ്കിലോ നല്ല കാര്യമാണ്. അത് നമ്മുടെ ഇമാമുമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇമാമത്തിൽ മാത്രമല്ല, ഇമാമ നിൽക്കുമ്പോൾ മാത്രം എന്നുള്ളതല്ല, എല്ലാ സമയത്തും. പള്ളിയിൽ പ്രത്യേകിച്ചും ഉണ്ട്, പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല അലങ്കാരം സ്വീകരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ നല്ല മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഉള്ളത്. അത് വെള്ളയായെങ്കിൽ ആ സുന്നത്ത് കൂടി ലഭിക്കും. ഇനി വെള്ള അല്ലെങ്കിൽ ആ സുന്നത്ത് നഷ്ടപ്പെടും. അയാൾ നിസ്കാരത്തിനോ അയാൾ പൂർണ്ണതക്കൊന്നും യാതൊരു കുറവുമില്ല. അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക, മുടി ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. താടി വളർത്തുക അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇമാമമാർ, ആളുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന മാതൃകയാകുന്ന ആളുകൾ പ്രത്യേകിച്ചും പരമാവധി എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പാലിക്കാൻ തന്നെ ശ്രമിക്കേണ്ടത്. ഏതായാലും നമ്മളടക്കമുള്ള എല്ലാവരുമുള്ള ഒരു നസീഹത്തായി നമുക്കതിനെ ഏറ്റെടുക്കാം. പരമാവധി ശ്രദ്ധിക്കാറുണ്ട്, എന്നാലും എല്ലാവർക്കും ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ ഇതൊരു ഉണർത്തലാണ് എന്ന് കൂടി മനസ്സിലാകുന്നു. ആ സഹോദരൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.